ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിനുള്ളിൽ ഒരു കാന്തിക മണ്ഡലം പോലെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ എനർജിയാണ്. ടെലിക്കിനസിസ് നോക്കാം. ടെലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരെ, കിനിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലനം. ദൂരെയുള്ളൊരു വസ്തുവിനെ നമ്മൾ തൊടാണ്ട്, ടച്ച് ചെയ്യാണ്ട് നമ്മുടെ മൈൻഡ് കൺട്രോൾ വെച്ചിട്ട് അതിനെ മൂവ് ചെയ്യിക്കുന്നതിനാണ് ടെലിക്കിനസിസ് എന്ന് പറയുന്നത്. ഈ വേർഡ് ഗ്രീസിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോയപ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോയത്? സ്വർണം, മരതകം, വജ്രം. അതുമാത്രമല്ല, വളരെയധികം ഒരിക്കലും മൂല്യം കൽപ്പിക്കാനാവാത്തത്ര താളിയോല ഗ്രന്ഥങ്ങൾ അവരിവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അവർ തരുന്ന മൊബൈൽ ഫോണ്, അവർ തരുന്ന ടെക്നോളജിയൊക്കെയാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ബട്ട് ഒരു പക്ഷേ അവർ ഇവിടെ വന്നിട്ടില്ല എങ്കിൽ നമ്മളുടെ രാജ്യം വേറൊരു തലത്തിലേക്ക് പോകുമായിരുന്നു. ഇനി ഞാൻ പറയാൻ വന്ന ടെലിക്കിനസിസും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ബന്ധം നിങ്ങൾ ആലോചിക്കും? ഇതെല്ലാം ബന്ധമുണ്ട്. കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ടെലിക്കിനസിസിനെ കുറിച്ചൊക്കെ ധാരാളം നമ്മൾ താടിയോല ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മൂന്നാം കണ്ണ്, സിക്സ്ത് സെൻസ്, ഇതെല്ലാം പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യം പറഞ്ഞാൽ അറിയാം, പണ്ട് തൊട്ടേ ഗ്രീക്ക് സാഹിത്യകാരന്മാർ അല്ലെങ്കിൽ ഗ്രീക്കിലെ പണ്ഡിതന്മാർ, ഗ്രീക്ക് ശാസ്ത്രജ്ഞന്മാർ അങ്ങനെയാണ് പറയാറ്. ഇപ്പോൾ അവരൊക്കെ എവിടെയാണ്? അതേ അവസ്ഥ തന്നെയാണ് ഇന്ത്യക്ക് വന്നിട്ടുള്ളത്. അമേരിക്ക ഉൾപ്പെട്ടുള്ള മറ്റ് യൂറോപ്യൻ കൺട്രീസ് എല്ലാം അവർക്കെന്താണോ വേണ്ടത് അതാണ് നമ്മളെ കൊണ്ട് ഇപ്പോൾ ചെയ്യിക്കുന്നത്. ഇനി ഒരു വീഡിയോ കണ്ടുവരാം. Wow. Connect to the straw and then making friends with it and then talking to it and seeing it. And one more thing, many might doubt, there might be nose breath Yeah. or mouth breath. It's very tough. See, if I blow it hardly, then it would move. Yeah. Right? And I saw that you. ഹലോ, മെന്റലിസം, ഹിപ്നോട്ടിസം, ടെലികൈനസിസ് ഇതൊക്കെ എല്ലാവരും കേട്ട് കാണുമല്ലോ അല്ലേ? എൻ്റെ കയ്യിലൊരു കണ്ണാടി ഉണ്ട്. എൻ്റെ ഫാദറിന്റെ കണ്ണാടിയാണ്. ഈ കണ്ണാടിയിൽ തൊടാണ്ട് ഈ കണ്ണാടി മൂവ് ചെയ്യിക്കാൻ പറ്റും, നമുക്ക് നോക്കിയേക്കാം. ചെറിയൊരു എക്സ്പെരിമെന്റ് ആണ്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഫ്ലോപ്പ് ആവാം, ചിലപ്പോൾ സക്സസ് ആവാം. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് കണ്ണാടി ഒന്ന് മൂവ് ചെയ്യിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനകത്തുള്ള ഫുൾ പവർ ഞാൻ എൻ്റെ കയ്യിലോട്ട് എടുക്കുകയാണ്. എന്നിട്ട് എൻ്റെ കൈയിൻ്റെ ഒരു പവർ വെച്ചിട്ട് ഇത് മറിച്ചിടാൻ ശ്രമിക്കുകയാണ്. സക്സസ്. നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ സാധ്യമാണോ, ഇത് വെറും തട്ടിപ്പല്ലേ, ഉഡായിപ്പല്ലേ എന്നൊക്കെ. പക്ഷേ ഇതെല്ലാം സാധ്യമാണ്, പോസിബിളായിട്ടുള്ള കാര്യമാണ്. ശാസ്ത്രം ഇത് അംഗീകരിച്ചില്ലെങ്കിൽ പോലും ഇത് ഓൾറെഡി സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ പറയാൻ കാരണം, ഓരോ വസ്തുവിലും ഒരു ഊർജ്ജമുണ്ട്. നിങ്ങളിലും എന്നിലും ഓരോ വസ്തുക്കളിലും, നമ്മുടെ ചുറ്റുമുള്ള ഓരോ വസ്തുക്കളിലും, ഈ ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടോ അതിലെല്ലാം ഊർജ്ജമുണ്ട്. നമുക്ക് ആ ഊർജ്ജത്തെ ആഗിരണം ചെയ്യാനാവും, അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യാനാവും. ആ ഊർജ്ജം നമ്മുടെ ഊർജ്ജമായിട്ട് മിക്സ് ചെയ്ത് ഇതെല്ലാം പോസിബിളായിട്ടുള്ള കാര്യങ്ങളാണ്. ആൽക്കെമിസ്റ്റ് എന്ന ബുക്കിൽ പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകളുണ്ട്. നിങ്ങൾ അതിയായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ നിങ്ങളുടെ ആഗ്രഹത്തിന് സപ്പോർട്ടായിട്ട് നിൽക്കും, അത് സാധ്യമാക്കി തരും. നമ്മൾ പലരും വിചാരിക്കുന്ന കാര്യം വിധി അല്ലെങ്കിൽ നിയോഗം പോലെ അവയെല്ലാം നമുക്ക് വേണ്ടി സപ്പോർട്ട് നിൽക്കുമെന്നാണ്. ബട്ട് സത്യത്തിൽ അങ്ങനെയല്ല. ആരാണോ കൺട്രോൾ ചെയ്യുന്നത്, ഇപ്പം ഞാനാണ് അല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ, നിങ്ങൾക്ക് ഈ ലോകത്തെ എല്ലാ വസ്തുക്കളെയും നിങ്ങളുടെ ആഗ്രഹം പോലെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ശരിക്കും ആ വീടിനർത്ഥം. കാരണം നിങ്ങൾ ആ ആഗ്രഹത്തെ അത്രയും അടുത്തറിയുമ്പോൾ നിങ്ങളുടെ സിക്സ്ത് സെൻസ് വർക്ക് ചെയ്യാൻ തുടങ്ങും. അത്
അതിനായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് കിട്ടും. ഇപ്പോഴും ലോകം മുഴുവൻ ടെലിക്കിനസിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് പലർക്കും പുച്ഛമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇന്ത്യക്കാർ കണ്ടെത്തിയ കാര്യങ്ങളാണ്, എന്നിട്ട് നമ്മൾ തന്നെ പുച്ഛിച്ച് കളയുന്നു. ഇനി നമുക്ക് ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യാന്നുള്ള കാര്യം നോക്കാം. ഞാൻ മുതലോ ടെലിക്കിനസിന് ആകെ വേണ്ടത് നിങ്ങളുടെ ഫ്രീ ടൈം മാത്രമാണ്, നിങ്ങളുടെ കോൺസെൻട്രേഷൻ മാത്രമാണ്. ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അവിടെ പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഈ ഒരു മെഡിറ്റേഷനിലെ ഒരു ട്രിക്കാണ് അത്. ഈയിടെ ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടു, ഈ ടെലിക്കിനസിസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളുടെ. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ആദ്യം ഒരു ദീർഘശ്വാസം എടുക്കുക. ജസ്റ്റ് അതിനുശേഷം നിങ്ങളുടെ കൈ വെച്ച് കണ്ടോ, ചേർത്ത് നിർത്തണ്ട, ജസ്റ്റ് സ്ട്രൈറ്റ് ആയിട്ടാണ് കൈ വയ്ക്കുക. എന്നിട്ട് പതിയെ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, പതിയെ അകലേക്ക് കൊണ്ടുവരിക, പിന്നെ അടുപ്പിക്കുക. ഇത് ഈ ഒരു മൂവ്മെൻറ്റ് പതിയെ ചെയ്യുക. കണ്ണടയ്ക്കുക, പതിയെ ശ്വാസം മാത്രം ശ്രദ്ധിക്കുക, പതിയെ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിനുള്ളിൽ ഒരു കാന്തിക മണ്ഡലം പോലെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അത് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾക്ക് ഈ എനർജി എവിടേക്കും പാസ് ചെയ്യിക്കാൻ പറ്റും. പിന്നെ ഇത് പ്രാക്ടീസ് ചെയ്യാൻ എപ്പോഴും ഒരു ഫ്രീ ആയിട്ടുള്ള ഒഴിഞ്ഞുള്ള സ്ഥലം, ശബ്ദങ്ങളോ കാര്യങ്ങളോ ഒരു കോലാഹലമോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലം എപ്പോഴും ചൂസ് ചെയ്യുക. ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ കൂടുതൽ വീഡിയോസ് നമുക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്.